വെട്ടൂർ സാറിനെ അനുസ്മരിക്കാനാണ്. കാരണം ഞാനിവിടെ ഇത് നിൽക്കുന്നുണ്ടെങ്കിൽ അതിനടിസ്ഥാനപരമായ കാര്യമെന്ന് പറയുന്നത് സാഹിത്യപരമായ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളുമായിട്ടുള്ള സഹവാസത്തിൻ്റെ ഫലമാണ്. ഞാൻ ഇന്ന് ഓർക്കുന്നത്, ഞാൻ 4-ലോ 5-ലോ ഒക്കെ പഠിക്കുമ്പോഴാണെന്ന് തോന്നുന്നു, സെന്റ് തോമസ് സ്കൂളിൻ്റെ ഗ്രൗണ്ടിൽ സഹൃദയ സമിതിയുടെ ഒരു സമ്മേളനം ഉണ്ടായിരുന്നു. അന്ന് പ്രമുഖ സാഹിത്യകാരന്മാരെ നേരിട്ട് കാണുവാനുള്ള ഒരു അവസരം, അസുലഭമായിട്ടുള്ള അവസരം എനിക്ക് ഉണ്ടായതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. നമ്മുടെ തകഴി പോലെയുള്ള വ്യക്തിത്വങ്ങൾ അവിടെ വന്നത് ഞാൻ ഓർക്കുന്നു. അതിനുശേഷം ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കാനും ഈ ഒരു രീതിയിലേക്ക് മാറാനും ഒക്കെയുള്ള ഒരു അതിന് പ്രചോദനമായത് സഹൃദയ സമിതിയും വെട്ടൂർ സാറും ഒക്കെയാണ്. പപ്പ എപ്പോഴും ഇവിടെ പറഞ്ഞ പോലെ തന്നെ എന്നോട് പറയുമായിരുന്നു, വെട്ടൂർ സാറിൻ്റെ സഹൃദയ സമിതിയിൽ പങ്കെടുത്തപ്പോൾ ആദ്യം പപ്പ ഒരു ഷോർട്ട് സ്റ്റോറി അവതരിപ്പിച്ചു. അതിന് വെട്ടൂർ സാറ് അതിന് പ്രോത്സാഹനം നൽകി. അങ്ങനെയാണ് അദ്ദേഹം ബാക്കി ചില്ലറകൾ എഴുതിയെന്നൊക്കെ എന്നോട് പറയാറുണ്ട്. അപ്പോൾ സഹൃദയ സമിതിക്ക് വലിയൊരു പങ്കുണ്ട് വരും തലമുറയെ സാഹിത്യ പ്രസ്ഥാനത്തിലേക്ക് നയിക്കുവാനൊക്കെ. ഞാൻ സത്യം പറഞ്ഞാൽ ഇന്ന് എൻ്റെ കൊച്ചിനെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം ഇവിടെ ഇരിക്കുന്നവരൊക്കെ സാഹിത്യകാരന്മാരാണ്. നിങ്ങളെയൊക്കെ ഒന്ന് കാണുവാനും വെട്ടൂർ സാറിൻ്റെ ഓർമ്മകൾ പങ്കുവയ്ക്കുവാനുമാണ് ഞാനിവിടെ വന്നത്. എല്ലാവർക്കും നന്ദി പറയുന്നു. സഹൃദയ സമിതി പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകുന്ന എല്ലാ ഭാരവാഹികൾക്കും നന്ദി പറഞ്ഞ് വെട്ടൂർ സാറിനെ അനുസ്മരിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം.